ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അഥവാ IPH പിൻവലിച്ചതും പുനഃപ്രസിദ്ധീകരിക്കാതിരുന്നതുമായ CN അഹമ്മദ് മൗലവിയുടെ ഖുർആനിൽ നമസ്കാരം 5 നേരം എന്ന ഗ്രന്ഥത്തെപ്പറ്റി വർഷങ്ങൾക്കു ശേഷം CN തന്നെ പറയുന്നത് കാണുക. മുസ്ലിങ്ങൾക്കിടയിൽ അനാവശ്യമായ വിവാദങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിച്ച് വില്ലൻ ചമയുന്ന ഒരു മൗലവി, ചേകന്നൂർ മൗലവി, നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകം ഒന്നടങ്കം അനുഷ്ഠിച്ചു പോരുന്ന 5 സമയത്തെ നമസ്കാരത്തിൻ്റെ നേരെ കൂടി കൈനീട്ടിയത് കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ ആ കൈ ബലഹീനമാക്കാൻ ഞാൻ തീരുമാനിച്ചു. അതാണ് കോഴിക്കോട് IPH പ്രസിദ്ധപ്പെടുത്തിയ ഖുർആനിൽ നമസ്കാരം 5 നേരം എന്ന കൃതി എഴുതിയ പശ്ചാത്തലം. അതിൻ്റെ കോപ്പികൾ പെട്ടെന്ന് തീരുകയും മുസ്ലിങ്ങളിൽ ചിലർക്കെങ്കിലും ഉണ്ടായ ഒരാശയക്കുഴപ്പത്തിന് അത് അറുതി വരുത്തുകയും ചെയ്തതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ആ കൃതിയിലെ ന്യായവാദങ്ങളെയും പ്രമാണങ്ങളെയും നേരിടാൻ കഴിയാതെ ഉത്തരം മുട്ടിയപ്പോൾ ആ മൗലവി എനിക്കെതിരെ കൊഞ്ഞനം കാട്ടുകയാണുണ്ടായത്. ഇസ്ലാം ഒരു സമഗ്ര പഠനം, CN അഹമ്മദ് മൗലവി, പേജ് 486, അൽഹുദ ബുക്സ്. അതായത് ചേകന്നൂർ മൗലവിക്ക് CN അഹമ്മദ് മൗലവി എഴുതി IPH പ്രസിദ്ധീകരിച്ച മറുപടി ഗ്രന്ഥം പിൻവലിച്ച കാര്യമേ അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല. എന്നു മാത്രമല്ല, തൻ്റെ ഗ്രന്ഥം വൻ വിജയമായിരുന്നുവെന്ന് CN അവകാശപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പുസ്തകം പിൻവലിച്ചത് CN അഹമ്മദ് മൗലവി അല്ല, മറിച്ച് IPH ആണെന്ന കാര്യം ഉറപ്പായി. ഗ്രന്ഥകർത്താവ് തൻ്റെ ഗ്രന്ഥം വൻ വിജയമാണെന്ന് അവകാശപ്പെടുമ്പോൾ പ്രസാധകർ ആ പുസ്തകം മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുക. പ്രസിദ്ധീകരണ രംഗത്തെ അസാധാരണവും അത്ഭുതകരവുമായ ഈ സംഭവം ചേകന്നൂർ മൗലവിക്ക് മറുപടിയായി IPH ഇറക്കിയ ഖുർആനിൽ നമസ്കാരം 5 നേരം എന്ന ഗ്രന്ഥത്തിൻ്റെ കാര്യത്തിലാണുണ്ടായത്. നമസ്കാരം 3 മാത്രം, CN മൗലവിക്ക് ചുട്ട മറുപടി എന്ന ചേകന്നൂരിൻ്റെ പുസ്തകം പുറത്തിറങ്ങിയപ്പോഴാണ് CNൻ്റെ മേൽഗ്രന്ഥം IPH പിൻവലിച്ചത്. സാധാരണഗതിയിൽ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച് അതിൻ്റെ കോപ്പികൾ തീർന്നു പോയാൽ ഉടനെ അടുത്ത പതിപ്പ് പ്രസിദ്ധീകരിക്കുകയാണ് പതിവ്. വിശിഷ്യ CN മൗലവി അവകാശപ്പെട്ട വിധത്തിൽ ചൂടപ്പം പോലെ പെട്ടെന്ന് തീർന്നു പോകുന്നവ. ഇവിടെ മറിച്ചാണ് സംഭവിച്ചത്. ഇവിടെയാണ് CN അഹമ്മദ് മൗലവിയുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും കാപട്യം വ്യക്തമാകുന്നത്. ഒപ്പം ചേകന്നൂർ മൗലവിയുടെ വാദങ്ങൾ ശരിയായി വരുന്നതും. ചേകന്നൂർ മൗലവിക്ക് മറുപടിയായി IPH പുറത്തിറക്കിയ CNൻ്റെ മേൽപ്പുസ്തകം പിൻവലിച്ച കാര്യം ചേകന്നൂർ മൗലവി പറഞ്ഞപ്പോഴും എഴുതിയപ്പോഴും പലരും വിശ്വസിച്ചില്ല. മൗലവിയുടെ വിയോഗാനന്തരം പല സുഹൃത്തുക്കളും IPHലേക്ക് എഴുതിയപ്പോൾ ആ പുസ്തകം സ്റ്റോക്ക് തീർന്നുപോയി എന്ന മറുപടിയാണ് ലഭിച്ചത്. 1993-ലും 1996-ലും 2006-ലും 3-4 തവണ എഴുതിയവർക്കെല്ലാം അതേ മറുപടി തന്നെ. പുസ്തകം പിൻവലിക്കാനുണ്ടായ കാരണം അന്തരിച്ച CN മൗലവിയുടെ തലയിൽ കെട്ടിവെക്കാൻ IPHനോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇനി ഒരു പഴുതും ഇല്ല. കാരണം ആ പഴുതും CN മൗലവി തൻ്റെ ഇസ്ലാം ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിലെ വിവരണത്തോടെ അടിച്ചിരിക്കുന്നു, ബോധപൂർവമല്ലെങ്കിലും. പ്രബോധനത്തിൽ പരസ്യം കൊടുത്ത് പുനഃപ്രസിദ്ധീകരിക്കുമായിരുന്നെങ്കിൽ ചുരുങ്ങിയത് 10,000 കോപ്പികളെങ്കിലും വിൽപ്പന നടക്കുമായിരുന്ന പ്രസ്തുത ഗ്രന്ഥം ഇനിയും വെളിച്ചം കാണരുത് എന്ന് എന്തായിരുന്നു ഇത്ര നിർബന്ധം? IPHൻ്റെ ഗ്രന്ഥവും അതിനുള്ള ചേകന്നൂർ മൗലവിയുടെ മറുപടിയും വായിച്ച് താരതമ്യം ചെയ്ത് തങ്ങളുടെ റോബോട്ട് കുട്ടികളിൽ സത്യാന്വേഷണം മുളപൊട്ടിയാലോ എന്ന് ഭയന്നാണോ?